അമ്മ പറയാനുള്ളത്, മക്കളെ രാമായണം പഠിക്കുന്നത് രാമനായി തീരാനാണ്, ഭാഗവതം പഠിക്കുന്നത് കൃഷ്ണനായി തീരാനാണ്, അമ്മയെ നമ്മൾ ആരാധിക്കുന്നത് അമ്മയെ തീരാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് രാമൻ എന്ന് പറയുമ്പോൾ രാമൻ്റെ സദ്ഗുണങ്ങൾ നമ്മളെല്ലാം അത് നമ്മൾ സ്വീകരിക്കുകയാണ്. ശ്രീകൃഷ്ണനെ ആരാധിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ സദ്ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതാണ് അവതാർ, അതിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ ലോജിക് ഇതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺ, സയൻറ്റിഫിക് റീസൺ എന്ന് പറയുകയാണ് ഈ അവതാർ എന്നുള്ള സയൻറ്റിഫിക് റീസൺ. നമ്മുടെ ഈ ശരീരത്തെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം സാധിക്കും. നമ്മുടെ സാധാരണ ശാസ്ത്രത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഇത് എവറി ബോഡി ഹാസ് എ ബിൽറ്റ് ഇൻ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയും. അത് ഓരോ ശരീരത്തിനും അതിന് ഒരു സ്വയം രക്ഷാ സംവിധാനം ഉണ്ട്. ബിൽറ്റ് ഇൻ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം, സ്വയം രക്ഷാ സംവിധാനം എല്ലാ ശരീരത്തിലുമുണ്ട്, നമ്മുടെ ശരീരത്തിലുമുണ്ട്. നമ്മുടെ ഈ ശരീരത്തിൽ ഒരു ഫോറിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പൊടി നമ്മളെ കണ്ണ് കയറി കഴിഞ്ഞാൽ ഉടനെ ആ കണ്ണിൽ വെള്ളം നിറഞ്ഞ ആ പൊടിയുടെ പുറത്ത് കളിയാണ്. അതിന് ആ സ്വയം രക്ഷാ സംവിധാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ണിൽ പൊടി കഴിഞ്ഞാൽ കണ്ണ് ചെമ്പി ഇങ്ങനെ വെള്ളം നിറഞ്ഞ് അതിനെ കളയും. മൂക്കിൽ പൊടി കഴിഞ്ഞാൽ തുമ്മി അതിനെ പുറത്ത് കളയും. അതുപോലെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും ദഹനക്കുറവ് വരികയാണെങ്കിൽ ഒന്നിക്കൽ അതിൽ ഛർദ്ദിച്ചിട്ട് വോമിറ്റ് ചെയ്തിട്ട് അതിന് പുറത്ത് കളയും, അല്ലെങ്കിൽ ലൂസ് മോഷൻ പതി അങ്ങ് പോകും. അപ്പോൾ അത് നമ്മുടെ ഈ ശരീരത്തിൽ ഒരു പ്രവർത്തനമുണ്ട്. ഈ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ അതിന് നല്ലൊരു നമ്മുടെ ഇതിനൊരു അമ്മ പറയാനുള്ള വാക്ക് താളലയം എന്ന്. മക്കളെ ഈ പ്രപഞ്ചം ഒരു വലിയ ശരീരമാണ് ഈ പ്രപഞ്ചം. ആ ശരീരത്തിന് ഒരു താളലയമുണ്ട് എന്ന് പറയും. അതിന് നമ്മുടെ ഒരു ശ്ലോകമുണ്ട്. ഇത് ഓം ഷണ്ണോ മിത്ര ശംഭുരുണഃ ഷണ്ണോ ഭവത്വ രമ എന്നുള്ള ആ മന്ത്രം നമ്മൾ ശാന്തി മന്ത്രം കേട്ടാണോ. അതിൽ പിന്നെ പറയുന്നത് ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഋതം അത് സംസ്കൃത വാക്ക് മാത്രമല്ല ഇംഗ്ലീഷിലും അതേ വാക്കുണ്ട്. ഋതം എന്ന് പറഞ്ഞാൽ താളം. ഋതം എന്ന് പറയുമ്പോൾ താളം എന്നുള്ള അർത്ഥമാണ്. ഈ ഋതം, ഈ പ്രപഞ്ചത്തിനും ഒരു ഋതമുണ്ട്, പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട്. ആ താളലയം തെറ്റിക്കുന്നത് മനുഷ്യൻ മാത്രമാണെന്ന് പറയാറുണ്ട്. പ്രകൃതിയിലെ മറ്റെല്ലാ ജീവികളും അതിനെ പ്രകൃതി അതിന് പ്ലാന്റാണ്, കമ്പ്യൂട്ടർ പ്ലാന്റാണ്. ഒരു പശു ഇന്ന് പശു ഒരു സസ്യബുക്കാണ്. നാളെ മുതൽ ഐ എം ഗോയിങ് ടു ബിക്കം നോൺ വെജിറ്റേറിയൻ ഒരു പശു ഒരിക്കലും പറയില്ല. അപ്പോൾ മറ്റെല്ലാ ജീവികളും ഇറ്റ് ഈസ് പ്ലാൻഡ് ബൈ നേച്ചർ. അതിനൊരു മാറ്റം വരില്ല. മനുഷ്യന് വിവേകമുണ്ട്, തിരഞ്ഞെടുക്കേണ്ട സ്വാതന്ത്ര്യമുണ്ട്. അപ്പോഴാണ് ഈ വഴി തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ കാലം ഞാൻ നോൺ വെജ് ആയിരുന്നു. അമ്മയുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ പിന്നെ വെജിറ്റേറിയനായി. ഇങ്ങനെ മാറ്റാനുള്ള ഇതുണ്ട്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സൃഷ്ടിയിൽ ഒരു താളലയമുണ്ട്. ആ താളലയം എപ്പോഴും തെറ്റുന്നുവോ അപ്പോൾ ആ താളലയം വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു മഹാശക്തി അവതരിക്കും. അതിനാണ് അവതാർ എന്ന് പറയുക. അപ്പോൾ ഒരു ഓർക്കസ്ട്ര എന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് ഇത് അമ്മയുടെ മുന്നിൽ നിസ്സാരനായിട്ട് ആരുമില്ല. നമുക്കാരും തോന്നുകയോ ഞാൻ പാവമാണ്, നിസ്സാരനാണ്, ഒന്നുമില്ല, അവർ നോക്ക് വലിയാണ്. അത് ലോകത്തിന് മുമ്പ് അങ്ങനെ ആയിരിക്കും. പക്ഷേ അമ്മയുടെ മുമ്പിൽ അങ്ങനെ ആവും വലിയ കേമൻ, ഇയാൾ ചെറുതും അങ്ങനെയൊന്നുമില്ല. അമ്മയ്ക്ക് എല്ലാ മക്കളാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിസ്സാരമായ ഉറുമ്പിന് പോലും അമ്മയുടെ കണ്ണിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. അമ്മയുടെ സൃഷ്ടിയാണത്. അവിടെ ഇവൻ നിസ്സാരനാണ്, അവൻ വലിയവനാണ്, അങ്ങനെയില്ല. എല്ലാം അമ്മയുടെ മക്കളാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഓർക്കസ്ട്ര, ഒരു 25-30 പേര്, 30 ഇൻസ്ട്രുമെൻറ്റ്സ്, സംഗീത ഉപകരണങ്ങൾ വായിച്ചു കൊടുക്കുന്ന ഒരു മനോഹരമായൊരു ഓർക്കസ്ട്ര. അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പോവാണ്. അതിൽ ആരെങ്കിലും ഒരു വ്യക്തി തെറ്റിച്ചാൽ അത് മൊത്തം ബാധിക്കും, അല്ലേ? ഈ 30 ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരിൽ ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ മൊത്തം ബാധിക്കും. അത് പെട്ടെന്ന് പറയും, അയ്യോ അപശ്രുതി എന്ന് പറയും. അപ്പോൾ ഓരോ വ്യക്തിക്കും പ്രാധാന്യമില്ലേ? ഓരോ വ്യക്തിക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ നിസ്സാരനാണ്, ഞാനിവിടെ ഇരിക്കുക, അങ്ങനെയില്ല. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ധർമ്മമുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞ അമ്മ തന്നെയാണ്. ഈ ചങ്ങല. മക്കളെ, നമ്മളെല്ലാവരും ശൃംഖലയിലെ കന്യകലാണെന്ന് പറയും. വി ആർ ഓൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കപ്പൽ കെട്ടാന്നൊരു ഭയങ്കര ശക്തമായ ഒരു ചെയിനുണ്ട്.
ശൃംഖല. ഒരു വലിയ ശൃംഖലയാണ്, അത് ഭയങ്കര ശക്തമായിരിക്കും. ആ ശൃംഖലയിൽ ഒരു കണ്ണി വീക്കാണെങ്കിലും മൊത്തം ബാധിച്ചു കഴിഞ്ഞു. നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് ഇത് 100 കണ്ണിയുണ്ട്, അതിൽ ഒരെണ്ണം വീക്കാണെങ്കിൽ പോയി, പ്രയോജനമില്ലാതായി പോയി. അതിന് ഈ 100 കണ്ണിയുണ്ടെങ്കിൽ അത് 100 എണ്ണം ബലം ഉണ്ടാവണം. അതുപോലെ ഓരോ വ്യക്തിക്കും പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ അത് നേരെയാക്കാനായിട്ട് ഒരു ശക്തിയാണ്, അതാണ് അവതാരം എന്ന് പറയാം. വ്യക്തികൾ പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ പോലീസ് എടുത്ത് നോക്കൂ. ഒരു ബറ്റാലിയൻ, ഒരു 100 പോലീസുകാരുടെ ഒരു ബറ്റാലിയനാണ്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15 അവർ പെരേഡ് ഇങ്ങനെ നല്ല ലെഫ്റ്റ് റൈറ്റ് എന്നിങ്ങനെ പോവാണ്. അത് കാണാൻ എന്തൊരു മനോഹരമായിട്ടുള്ള ദൃശ്യമാണത്. ഈ 100 പോലീസുകാർ നല്ല യൂണിഫോം ഇട്ട് പോകുന്ന പോലീസുകാരിൽ ഒരാൾ മാത്രം ബനിയനും ലുങ്കി എടുത്തു കഴിഞ്ഞാലോ മൊത്തം അതിന് ഭംഗി പോയില്ലേ? 99 പേർ യൂണിഫോമിൽ, ഒരു വ്യക്തി മാത്രം ബനിയനും ലുങ്കി ഇട്ടുകൊണ്ട് അതിൽ ലെഫ്റ്റ് റൈറ്റ് കഴിച്ച് കഴിഞ്ഞാൽ മൊത്തം അതിനെ ബാധിക്കും. അതുകൊണ്ട് ഈ വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അമ്മയുടെ മുമ്പിൽ നമ്മൾ ആരും തന്നെ നിസ്സാരമല്ല. എല്ലാവർക്കും തുല്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം, മക്കളെ, ഇതാണ് നിൻ്റെ ധർമ്മം. അതൊരു പുത്രധർമ്മം, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ശിഷ്യധർമ്മം, പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ധർമ്മം, പിന്നെ അച്ഛൻ്റെ ധർമ്മം. ഇങ്ങനെ ഓരോ ധർമ്മം എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. ഈ ധർമ്മം എന്താണ്? അനുഷ്ഠിച്ച് കാണിച്ചു ചേർന്ന ആ മഹാശക്തിയാണ് ഇവിടെ അവതാരം എന്ന് പറയുക.